ഇനി സ്പോർട്സ് വാർത്തയിലേക്കാണ്. ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് പോകാനിരിക്കുകയാണ്. 10 വിക്കറ്റ് കയ്യിലിരിക്കെ അവസാന ദിനം ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 350 റൺസാണ്. ഇന്ന് 3:30 അല്പസമയത്തിനകം മത്സരം തുടങ്ങും. ജസ്പ്രീത് ബുംറയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എല്ലാം ഉള്ളത്. ബുംറ തിളങ്ങിയാൽ ഇംഗ്ലണ്ടിനെ വേഗത്തിൽ പുറത്താക്കാം എന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ. ഇപ്പോൾ മനീഷ് ഐഷ മാത്യു ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മനീഷ്, ബാറ്റർമാർക്ക് ചെയ്യാനാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ബൗളർമാരുടെ കയ്യിലാണ് എല്ലാം. തീർച്ചയായും രജീഷ്, ഒരു ഇംഗ്ലണ്ടിൽ എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യ ഇന്നിങ്സിൽ കണ്ടതാണ് ഇന്ത്യയുടെ ബാറ്റർമാരുടെ പ്രകടനം. അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 5 ബാറ്റർമാരാണ് 2 ഇന്നിങ്സിലുമായി സെഞ്ചുറി നേടിയത്. അങ്ങനെ ബാറ്റർമാർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും ഇന്ത്യ പ്രധാനമായും പ്രതീക്ഷ വെക്കുന്നത് ജസ്പ്രീത് ബുംറയെ തന്നെയാണ് എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പോരായ്മ കൂടി അത് തന്നെയാണ്. കാരണം ആദ്യ ഇന്നിങ്സിലൊക്കെ കണ്ടതാണ് ഈ ജസ്പ്രീത് ബുംറ മാത്രമാണ് ഒരു മികച്ച പ്രകടനം എന്ന തരത്തിലേക്ക് കാണിച്ചത്. പലപ്പോഴും ബുംറയ്ക്ക് നിഴലായാണ് ബാക്കി ബോളർമാരുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ബുംറയ്ക്ക് ഒരു മികച്ച പിന്തുണ നൽകാൻ പോലും പ്രസിദ്ധ് കൃഷ്ണ അതുപോലെ തന്നെ സിറാജിനൊന്നും സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച. അങ്ങനെ സംഭവിക്കാതെ ഇന്ന് ബുംറയ്ക്കൊരു വ്യക്തമായ പിന്തുണ നൽകാൻ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് അതുപോലെ തന്നെ സിറാജിനും സാധിക്കുകയാണെങ്കിൽ ആ ഒരു വിജയം, ആദ്യ ലീഡ്സ് ടെസ്റ്റിലെ ആദ്യ വിജയം എന്നുള്ളത് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയും. അരങ്ങേറ്റ ക്യാപ്റ്റൻ എന്ന മത്സരത്തിൽ തന്നെ ഒരു വിജയം നേടാൻ ഗില്ലിനും സാധിക്കും എന്നുള്ളതാണ്. അവസാന ദിവസത്തേക്ക് വരുമ്പോഴത്തേനും ബോളിംഗ് പിച്ചിൽ അത്ര വരെ ഭീകരമായ ഒരു പേസ് ബോളിങ്ങിലുള്ള ഒരു പിന്തുണ ലഭിക്കണമെന്നില്ല. പക്ഷേ അപ്പോഴും മികച്ച രീതിയിൽ പന്തെറിഞ്ഞാൽ വിക്കറ്റ് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ അവസാന സെഷനിൽ ഇംഗ്ലണ്ട് കാണിച്ചത്. കാരണം ചിട്ടയോടെ അവർ പന്തെറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വാലറ്റും അടക്കം പെട്ടെന്ന് കൂടാരം കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇന്ത്യക്ക് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. പക്ഷേ അപ്പോഴും ബൂമറയ്ക്കൊത്ത് അല്ലെങ്കിൽ ബൂമറയുടെ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ബൂമറയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ബാക്കി ബോളർമാരുടെയും കൂടെ പ്രകടനം ഉയർന്നെങ്കിൽ മാത്രമേ ഒരു വിജയം ഇന്ത്യക്ക് സ്വന്തമാക്കുകയുള്ളൂ. അത്തരത്തിലൊരു പ്രതീക്ഷയിലാണുള്ളത്. ബൂമറ മായാജാലം കാണിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ തന്നെ പുറത്താക്കിയ ഒരു വിജയമാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. രുചീഷ്. ശരി മനീഷ്.